വീൽചെയറിൽ നിന്നും റീലുകളിലെ ലോകമായ സിനിമയിലും അതിനു പുറമെ എഴുത്തിലും ചിത്രരചനയിലും സജീവ സാന്നിധ്യമാണ് ആലപ്പുഴ അരൂക്കുറ്റിയിലെ ഡോക്ടർ സിജു വിജയൻ. വിധി തളർത്താൻ ശ്രമിക്കുമ്പോഴും അതിന് ഒരുക്കമല്ലെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ ജീവിതത്തോട് പറയുകയാണ് അദ്ദേഹം. സർഗാത്മകതയിലൂടെ വിസ്മയിപ്പിച്ച സിജു ഇത്തവണ സാഹിത്യ നഗരിയായ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സജീവ സാന്നിധ്യമാണ്. എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ മടിച്ചു മാറി നിൽക്കുന്നവർ കണ്ടു പഠിക്കണം ഡോക്ടർ സിജു വിജയന്റെ ജീവിതം. 5-ാം വയസ്സിൽ ബാധിച്ച സ്പൈനർ മസ്കുലാർ അട്രോഫി കാരണം പിന്നീട് ജീവിതം വീൽ ചെയറിലായി പോയതാണ്. എന്നാൽ വിധിയെ പഴിച്ച് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ സിജു ഒരുക്കമായിരുന്നില്ല. വീൽ ചെയറിൽ ഇരുന്ന് തന്നെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കുതിച്ചു. ആദ്യം ചിത്രകാരനായി, പിന്നീട് ഡോക്ടറായി. അവിടം കൊണ്ട് തീർന്നില്ല സിജുവിന്റെ വിജയഗാഥ. പിന്നീട് തിരക്കഥാകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായി. ഇൻഷ എന്ന ആദ്യ സിനിമ തിയേറ്ററിലും എത്തിച്ചു. ധനുഷ്കോടി മുതൽ കശ്മീർ വരെ സഞ്ചരിച്ച് റിട്ടേൺ ടു കശ്മീർ എന്ന പേരിൽ പുതിയ സിനിമ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുൾപ്പെടെ തന്റെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വീൽ ടു റീൽ എന്ന പുസ്തകവും അദ്ദേഹം പുറത്തിറക്കി. ആ പുസ്തകത്തിന്റെ വിൽപ്പനയിലൂടെ തന്റെ പുതിയ സിനിമയ്ക്ക് ആവശ്യമായ ചെലവ് കണ്ടെത്താനാണ് ഡോക്ടർ സിജു വിജയൻ ഇത്തവണ സാഹിത്യ നഗരിയായ കോഴിക്കോട് നടക്കുന്ന KLF-നെത്തിയത്. KLF-ൽ പുതിയൊരു സിനിമയുടെ വർത്തമാനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒപ്പം എൻ്റെ ഒരു ബുക്കിൻ്റെ കാര്യം കൂടി പറയാനായിട്ടാണ്. ബുക്കിൻ്റെ പേര് വീൽ ടു റീൽ എ ഡ്രീം ജേണി. അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സിനിമയിലേക്ക് എത്തിയ ആദ്യ സിനിമ ഇൻഷയുടെ തിരക്കഥയും ആദ്യ സിനിമ വരെ ഞാൻ എത്തുന്നത് വരെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളും അത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീൽ ടു റീൽ എ ഡ്രീം ജേണി. ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് എൻ്റെ അടുത്ത സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. KLF-ൽ വന്നത് ഇവിടെ നമുക്കൊരു സ്റ്റോൾ ഇടാൻ പറ്റുമോ, ഒപ്പം ബുക്കിൻ്റെ സെയിലും ഇപ്പോൾ സിനിമയുടെ ഫൈനൽ വർക്കുകൾ ലാൽ മീഡിയയിൽ നടക്കുന്നു. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രിൻ്റ് കിട്ടും. അപ്പോൾ എനിക്കൊരു 1.5 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ ബുക്ക് തീർക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. SMA എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് പിന്നെ SMA പണ്ടേ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ കൂടുതൽ മലയാളികളെ സംബന്ധിച്ച് പരിചിതമാകുന്നത് ഇപ്പോഴാണ്. പ്രത്യേകിച്ച് ആ 2 കുട്ടികളുടെ ഒരു 18 കോടിയുടെ സമാഹരണം, മുഹമ്മദിൻ്റെയും ഖാസിമിൻ്റെയും ഒക്കെ. അതിനും അപ്പുറത്തേക്ക് പിന്നെ ഈ ഒരു ഇതിനെ അതിജീവിക്കാൻ പറ്റിയ അന്നത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു അതിജീവിച്ചത്? സാർ, ഈ അസുഖം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു പോളിയോ ആണെങ്കിൽ അയാൾക്ക് പോളിയോ വന്നത് തൊട്ട് അയാളുടെ മരണം വരെ ആ ഒരു രൂപത്തിലായിരിക്കാം. അങ്ങനെ ഓരോ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളും അവരുടെ ഒരു കൈയില്ല കാലില്ല. പക്ഷേ ഇത് പ്രോഗ്രസീവാണ്. ഇന്നിപ്പോൾ സാർ കാണുന്ന എന്നെയല്ല ഒരു കുറച്ച് നാൾ, ഇപ്പോൾ അടുത്ത വർഷം കാണുമ്പോൾ ഇതിനേലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രസീവാണ്. 5-ാമത്തെ വയസ്സിൽ അസുഖം തുടങ്ങി. ഈ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് കൈവിട്ടും ഇപ്പോൾ കൂടുതൽ ടയർഡായി നിൽക്കുകയാണെങ്കിൽ പിടിച്ച് നടക്കണമായിരുന്നു. BHMS ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എനിക്ക് പിടിച്ച് നടക്കാൻ പറ്റൂ. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് 2 പേരെ പിടിക്കണമായിരുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ഡോക്ടർ സിജു വിജയന്റെ സാന്നിധ്യം KLF-ലെത്തുന്നവർക്കും വലിയ പോസിറ്റീവ് എനർജിയാണ് പകരുന്നതെന്ന് സംഘാടകനായ അബ്ദുൽ ഹക്കീം മാസ്റ്ററുടെ വാക്കുകൾ. പക്ഷേ ഈ ഡോക്ടർ സിജു വിജയൻ ഒരുപക്ഷെ നമുക്കൊക്കെ വലിയൊരു അതിജീവന മാതൃകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ശാരീരികമായി എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഇത്തരം കഴിവുകളെക്കുറിച്ച് പലപ്പോഴും പൊതുസമൂഹം ചിന്തിക്കുന്നില്ല എന്നുള്ള. ഈ സിജു വിജയനെ പോലെയൊക്കെയുള്ള ശാരീരികമായ അല്ലെങ്കിൽ ചലനപരമായ പല പരിമിതികളോ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ഇത്തരം മേളകൾക്ക് എത്തുന്നു, നമ്മളുടെയൊക്കെ കൂടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി നടക്കുന്നുള്ള സത്യത്തിൽ ഒരു വലിയ എനർജി തന്നെയാണ്. സിജു വിജയനൊക്കെ നല്ലൊരു കലാകാരൻ, നല്ല സിനിമാക്കാരൻ, നല്ല എഴുത്തുകാരൻ, നല്ല യാത്രികൻ, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ കഴിവെളിയിച്ച നിങ്ങൾ പറഞ്ഞ പോലെ സർഗധനനായ ഒരാളാണ്. പക്ഷേ SMA പോലെയുള്ള ശാരീരിക ചലനത്തിനുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പുതിയ ഒരു ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ ഇലക്ട്രോണിക് വീൽ ചെയറൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ പോലുള്ള മൊബിലിറ്റിയൊക്കെ സാധ്യമാക്കി എടുക്കുന്നു. എന്നിട്ട് ഇത്തരം സ്ഥലത്ത് വന്നിട്ട് നമ്മൾക്കൊക്കെ നൽകുന്ന ഒരു വലിയ മെസ്സേജുണ്ട്. അത് സത്യത്തിൽ ഈ സൊസൈറ്റിയെ തന്നെ കണ്ണു തുറപ്പിക്കുന്നതായി തീരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു സോഷ്യൽ സെൻസിറ്റൈസേഷൻ. അതാണ് സത്യത്തിൽ ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ചലനപരമായ എന്തെങ്കിലും വെല്ലുവിളി നേരിടുന്ന മനുഷ്യരോ നേരിടുന്ന വിഷയമെന്ന് പറയുന്നത്.
ഇപ്പോൾ UN ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പുതിയ ആശയം തന്നെ മനോഭാവപരമായ തടസ്സങ്ങൾ എങ്ങനെ നേരിടാമെന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ബാരിയേഴ്സ് അല്ല. ഫിസിക്കൽ ബാരിയേഴ്സിന് നമുക്ക് പണം കൊണ്ട് ടെക്നോളജി കൊണ്ട് മറികടക്കാൻ പറ്റും. പക്ഷേ മനോഭാവപരമായ തടസ്സം ഇത് ഇവർക്ക് മനുഷ്യർക്കൊന്നും സാധ്യമല്ല, ഇവർക്കൊന്നും സാധിക്കില്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു ധാരണയുണ്ട്. അതിനെ പൊളിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് UN ഐക്യരാഷ്ട്രസഭ പോലും ഇപ്രാവശ്യം പറയുന്നുണ്ടായി. അല്ലെങ്കിൽ അവരുടെ ഒരു ഡോക്യുമെൻറ്റിൽ പോലും അത് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനോഭാവപരമായ തടസ്സം നീക്കലിനുള്ള പ്രചോദനമാവും ഈ സിജുവിനെ പോലെയുള്ളവരുടെ പ്രസൻസ് എന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. വിധി തീർത്തത് ഒരു പരിമിതിയെ അല്ല എന്ന് തിരിച്ചറിയുന്ന സിജു വിജയനെ പോലുള്ളവർ സമൂഹത്തിന് എന്നും പ്രചോദനമാണ്. അത്തരം ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യവുമാണ്. ഞാൻ കാത്തിരുന്ന ആ വെള്ളിയാഴ്ച 2021 മാർച്ച് 19 കുറിച്ച് ഡോക്ടർ സിജു വിജയൻ അദ്ദേഹത്തിൻ്റെ വീൽ ടു റീൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം സിനിമയിലൂടെ, പുസ്തകത്തിലൂടെ, പെയിൻറ്റിങ്ങുകളിലൂടെ തൻ്റെ പരിമിതികളെ അതിജീവിക്കുകയാണ്. മാനസികമായ പരിമിതികളുള്ള ഈ ലോകത്തിന് മുൻപിൽ ഒന്നും ഒരു പരിമിതിയല്ല എന്ന് തെളിയിക്കുകയാണ് സിജു വിജയൻ. അദ്ദേഹം ഇനിയും പുസ്തകങ്ങൾ ഇറക്കട്ടെ, പെയിൻറ്റിങ്ങുകൾ സൃഷ്ടിക്കട്ടെ, ഒപ്പം തന്നെ സിനിമയുൾപ്പെടെയുള്ള സർഗാത്മക സൃഷ്ടികൾ നടക്കട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കും ഡോക്ടർ സിജു വിജയനുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.